സാറേ നമസ്കാരം. ഞാൻ നമ്മുടെ റിവൈസ്ഡ് യു ഷേപ്പിലുള്ള കിച്ചൺ ജസ്റ്റ് ആ ഡിസൈൻ സ്പീഡിലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ലെഫ്റ്റിൽ ഇരുന്ന് നമ്മൾ തുടങ്ങാം. സാറിന് അയച്ചെന്ന ബഡ്ജറ്റും ഞാൻ ലെഫ്റ്റ് ടു റൈറ്റ് എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ഓർഡർ സാർ നോക്കിയാൽ മനസ്സിലാവും. ഞാനിതൊരു വയേർഡ് വെർഷനിലോട്ട് മാറ്റാം, കുറച്ചും കൂടെ കാണാൻ എളുപ്പമായിരിക്കും. ഫസ്റ്റ് ഈ യൂണിറ്റ്, ഈ ഓരോ യൂണിറ്റിനും ഈ നമ്പറുണ്ട്. ഈ നമ്പർ ഓർഡറിലല്ലായിരിക്കും വരുന്നത്. കാരണം നമ്മൾ ഓരോ യൂണിറ്റ് വെച്ച് പോയാലും അങ്ങനെ വരത്തുള്ളൂ. നമ്മളിത് ഇടയ്ക്കിരുന്ന് ഒരു യൂണിറ്റ് മാറ്റി എടുക്കുമ്പോഴെല്ലാം ഈ നമ്പർ വീണ്ടും ഷഫിൾഡ് ആവും. അപ്പം ഈ സാറിൻ്റെ ആ കൊടുത്ത കൊട്ടേഷനകത്ത് സാർ നോക്കിയാൽ മതി. ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 4ാമത്തെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയെന്ന് പറഞ്ഞ് സാറിന് ആ 3D മോഡ്യൂളിൻ്റെ നമ്പർ ഇട്ട് തന്നിട്ടുണ്ട്. അത് വെച്ച് ആ മോഡ്യൂള് സാറിന് ഏതാണെന്നുള്ളത് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ 1 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ടാൻഡം ബോക്സ് 2D പുൾ ഔട്ട് 2 ഡ്രോയർ യൂണിറ്റാണ്. ഈ ഡ്രോയർ യൂണിറ്റ് 35 സെൻറ്റിമീറ്റർ ഷട്ടറിൻ്റെ ഹൈറ്റ് കാണും. അപ്പോൾ ഒരു ബിന്നുകൾ അതുമാതിരിയുള്ള സാധനങ്ങളൊക്കെ ഈസി ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഡബിൾ ഡോറാണ്. ഇത് 2 ഡോറും ഒന്നിച്ച് തുറന്നു വരും. ഈ യൂണിറ്റ് 2 ഡോറും ഒന്നിച്ച് തുറന്നു വരുന്ന ടൈപ്പാണ് ഇത്. പക്ഷേ ഇത് ആനിമേറ്റിനകത്ത് അത് ആ ഒരു ഡോറ് മാത്രമേ തുറക്കത്തുള്ളൂ. പക്ഷേ ഇത് 2 ഡോറും ഒന്നിച്ച് തുറന്നു വരുന്ന ടൈപ്പാണ്. പിന്നെ അത് കഴിഞ്ഞാൽ ഒരു സ്പേസറുണ്ട്. ഈ സ്പേസർ നമ്മൾ മോഡ്യൂൾസുകൾ കൊണ്ട് നമുക്ക് ആ അവൈലബിൾ സ്പേസ് ഫില്ല് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ സ്പേസർ കൊണ്ടുവരും. പിന്നെ സ്പേസറിന് വേറൊരു ഇതും കൂടെ ഉണ്ട്. ഇപ്പോൾ ഇതൊരു യു ഷേപ്പ് അല്ലേ, അപ്പം ഈ നമ്മുടെ വോളിന് വരുന്ന ടിൽറ്റിംഗ് ഒക്കെ ചിലപ്പം നമ്മുടെ കാൽക്കുലേഷനെ തെറ്റിച്ചാൽ അവിടെ ഈ സ്പേസർ നമുക്ക് ഹെൽപ്പ് ചെയ്യും. ആ അവൈലബിൾ സ്പേസ് കുറഞ്ഞാലോ കൂടിയാലോ. അപ്പോൾ അതൊക്കെ സൈറ്റിൽ വന്നു കഴിഞ്ഞ് നമ്മൾ വീണ്ടും ജഡ്ജ് ചെയ്യും സ്പേസർ എത്ര ഉള്ള സ്പേസ് വേണം എന്നുള്ളത്. ഞാനിപ്പോൾ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചാണ് ഞാൻ ഈ സ്പേസർ ഇട്ടിരിക്കുന്നത്. ഈ സ്പേസർ 6 സെൻറ്റിമീറ്റർ തിക്നെസ് ഉള്ളതാണ്. പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് 3 ഡ്രോയർ. ഇതും ടാൻഡം ബോക്സ് തന്നെയാണ്. മേളിൽ കട്ട്ലറി അതുമാതിരിയുള്ളതെല്ലാം വെക്കാനും 2 കട്ട്ലറി വെക്കാനുള്ളതും അതേപോലെ തന്നെ ബിന്ന് വെക്കാനുള്ള ടൈപ്പ്. പിന്നെ നമുക്ക് നോർമൽ കോർണർ യൂണിറ്റ്. മറ്റേ കോർണറിൽ ഡബിൾ ഡോർ കോർണർ ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് വലിയ യൂട്ടൻസിൽസ് എല്ലാം അതിനകത്ത് കയറ്റി വെക്കാൻ പറ്റും. വലിയ ഈ തവിയെ അതും ഇത് ഉരുളി അതുമാതിരിയുള്ള വലിയ ഇതുവരെ അതിനകത്ത് കയറും. ഇതിനകത്തും നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ അക്സസിബിലിറ്റി 40 സെൻറ്റിമീറ്ററോളം നമുക്കിവിടെ കിട്ടും ഈ ഡോറിൻ്റെത്. പിന്നെ അത് കഴിഞ്ഞാൽ 12ാമത്തെ നമ്പർ ഇട്ടിരിക്കുന്ന യൂണിറ്റ്, 12ാമത്തെ നമ്പർ ഇട്ടിരിക്കുന്നത് സിങ്കിൻ്റെ യൂണിറ്റാണ്. സിങ്കിൻ്റെ യൂണിറ്റിനകത്ത് ഇതിനകത്ത് ഡിറ്റർജൻറ്റ് റാക്കും വേസ്റ്റ് ബിന്നും വരും. ഇത് പടത്തിൽ കാണിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. 13 ടോൾ യൂണിറ്റ്, താഴെ ഡ്രോയറും മേളിൽ ഗ്ലാസും. ഇതിനകത്ത് ഷെൽഫ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ വോൾ യൂണിറ്റ്, 2ാമത്തെ യൂണിറ്റ് സ്റ്റോറേജ്, 3 ഒരു സ്പേസർ, 5 കോർണർ യൂണിറ്റ്. പിന്നെ 8 എന്ന് പറയുന്നത് 8 സ്റ്റോറേജ് യൂണിറ്റ്. 9 നമ്മുടെ ചിമ്മിനി കവർ. ഈ ചിമ്മിനി എപ്പോഴും സ്ട്രൈറ്റ് ചിമ്മിനി ആയിരിക്കണേ, എന്നാലേ ഈ കവറിങ് കറക്റ്റ് ആവത്തുള്ളൂ. 10 GTPT യൂണിറ്റ്. ഓക്കെ സാറേ, താങ്ക് യു. ടോപ്പ് വ്യൂ കാണിക്കാം. പ്ലാന് ഇങ്ങനെ ഇരിക്കും, യു ഷേപ്പിൽ. മൈക്രോവേവ് ഓവനും വാട്ടർ പ്യൂരിഫയറും വെച്ചിട്ടും മൈക്രോവേവ് നമുക്ക് ബ്രാക്കറ്റിൽ തന്നെ നിർത്താൻ പറ്റും. അതേപോലെ തന്നെ വാട്ടർ പ്യൂരിഫയറിന് ഇവിടെയാണ് സ്പേസ് കൊടുത്തിരിക്കുന്നത്. ഓൾട്രേഷൻസ് സാറ് പറയുന്ന അനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. ഓക്കെ സാർ, താങ്ക് യു.